ഇവിടെ ഇരിക്കണേ കിടന്നില്ല ഇതുവരെ. കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് അവനോട് പിടിച്ചിരുത്തിയാണ്. അവൻ അറിയേണ്ടി കണക്ക് എന്താ? അല്ലേട്ടാ അവൻ പോയി കിടക്കട്ടെ. അവന്റെ ആദ്യ രാത്രി അല്ലേ? ആദ്യ രാത്രി നാളെ രാത്രിയില്ല, ഇനി അങ്ങോട്ട് രാത്രിയല്ലേ, പിന്നെ എന്റെ ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യ രാത്രിക്ക് നിങ്ങൾ 7 മണിക്ക് ഒരു വാതിലടച്ച ആളാണല്ലോ. രഹസ്യങ്ങളൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞേ, പരസ്യക്കല്ലേ? ഞാൻ മറന്നുപോയി. എടാ ഞാൻ എഴുതിക്കോളാം. മോൻ പോയി കിടന്നോ. നീ പോയി കിടക്കടാ. അല്ല ചായ ശരിയാണ്, 1 മണിയായില്ലേ? പോട്ടെ ഇത് അളിയന്. എടാ ഞാൻ കയറും. ആദ്യത്തെ കൺമണി ഇട്ടടാ പൊക്കോടാ. അല്ല കുഴപ്പമില്ല. അല്ല ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ ഈ കണക്കൂടെ നോക്കി തീർത്തിട്ട് അങ്ങനെ എന്റെ ആകെയുള്ള ഒരു ആങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം മാത്രമേ കഴിഞ്ഞുള്ളൂ. പറഞ്ഞു മനസ്സിലാക്കിയ. എടാ നീ കല്യാണത്തിന് എനിക്കൊരു സാരി എങ്കിലും മേടിച്ചു തന്നാ? എടാ നിനക്ക് 6000 രൂപ സാരി ഞാൻ മേടിച്ചു. 6000 രൂപ സാരിയല്ലേ? പിന്നെ എന്നോട് പറയാൻ ഒരു പെണ്ണകത്ത് അതാ ഒറ്റ എന്താണ് കല്യാണം നിങ്ങൾ എനിക്ക് അവളെ കെട്ടിച്ചു തന്നല്ലേ? അവക്ക് 1 9 സാരി മേടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. സിനിമയിൽ അഭിനയിക്കണവരെ അത് നിൽക്കുന്നുണ്ട്. പിന്നെ അവൾ ആങ്ങളുടെ സാരി മേടിച്ചു തരാൻ പറയേണ്ട കാര്യം അതിന്റെ ആവശ്യമില്ല. ഞാൻ വെറും ഇതല്ല കേട്ടാ. അവക്ക് സാരി വേണേ എന്നോട് പറയണം. സംസാരിച്ച് സമയം കളയല്ലേ? എനിക്ക് കലങ്കാരി സാരി. കലങ്കാരി സാരി എത്ര രൂപയാണ്? അതിന് സ്റ്റാർട്ടിങ് ഒരു 20,000 രൂപയാ. പക്ഷെ എനിക്കൊരു 40,000 രൂപയുടെ സാരി എങ്കിലും മേടിച്ചു തന്നെ. 1 2 സാരി മേടിച്ചു കൊടുത്താൽ ഇവിടെ വായിരിക്കണ കേൾക്കണം. നിനക്ക് കൊടുത്താൽ എന്താണ് കുഴപ്പം? ഒന്നും അല്ലല്ലേ ചാരം മുമ്പ് എന്നോട് പറഞ്ഞത്. എന്താ ഇപ്പൊ തന്നെ കല്യാണത്തിന് തുണിയെടുത്ത് എന്റെ നിക്കറ് കീറിയിരിക്കുക. കലങ്കീറിയോടെ ഞാൻ മേടിച്ചു കൊടുക്കണം. ഞാൻ കലങ്കീറി എനിക്കറിയാം, എനിക്ക് ആരും ഒന്നും മേടിച്ചു തരൂല.